ശ്രീ ശിവദാസൻ, എന്തിനാണ് ഇന്ന് AKG ഭവനിൽ ദില്ലി പോലീസ് ഈ നാടകം കാണിച്ചത്? 2021 കേസ് കോടതിയുടെ പരിഗണനയാണ്. കുറ്റപത്രമടക്കം സമർപ്പിച്ച കേസാണ്. അതിന് ഈ സമയത്ത് അറസ്റ്റിന് വേണ്ടി തേടിയെത്തുന്നത് ഏറ്റവും നിഷ്കളങ്കമായ പോലീസ് നടപടിയെന്ന് കരുതുന്നുവോ? ഡൽഹി പോലീസ് സമരം ചെയ്ത വിദ്യാർത്ഥികളെ വേട്ടയാടുകയാണ്. സമരത്തിൻ്റെ ഒത്തുതീർപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഒരു വിദ്യാർത്ഥിയെ പോലും പ്രതികാര നടപടി എന്ന നിലയിൽ വേട്ടയാടില്ല എന്നായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. നരേന്ദ്രമോദി ഞാൻ വലിയ ആളാണ്, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ ആരെയും വെല്ലുവിളിച്ച് നടക്കുമെന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിദ്യാർത്ഥികൾ സമരത്തിലൂടെ പരാജയപ്പെടുത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ സംഘടിത സമരത്തിൻ്റെ ഒരു ഉജ്ജ്വല അടയാളമാണ് നമ്മൾ ഡൽഹി സമരത്തിൽ കണ്ടത്. ആ സമരത്തെ അടിച്ചു തകർക്കുന്നതിന് വേണ്ടി പല മാരകായുധങ്ങളും ഡൽഹി പോലീസ് പ്രയോഗിച്ചു. അമിത്ഷായുടെ പോലീസ് പ്രയോഗിച്ചു. ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അവരുപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ച്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണ് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ, അതിൻ്റെ ഭാഗമായിട്ട് കാലുകൾ പൊട്ടി ആശുപത്രിയിൽ ഇപ്പോഴും കിടക്കുന്നവർ, ഇപ്പോഴും അതിഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥിനി, അങ്ങനെ ഒരുപാട് ആളുകളുടെ വാർത്തകൾ നമ്മുടെ ഇടയിൽ നിൽക്കുകയാണ്. ഇതിനിടയിലാണ് അവർ വിദ്യാർത്ഥി വേട്ട ഇപ്പോഴും തുടരുന്നത്. കൽക്കട്ടയിലെ വിദ്യാർത്ഥി വേട്ടയെക്കുറിച്ച് നമ്മൾ അറിയുന്നു, മഹാരാഷ്ട്രയിൽ നിന്നുള്ള വാർത്ത കേൾക്കുന്നു, ബീഹാറിൽ വിദ്യാർത്ഥികളെ നിരവധി ഇടത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അറിയുന്നു. ഒപ്പം ഡൽഹിയിൽ ആ സമരത്തിൻ്റെ നേതാവായി നിന്ന വിദ്യാർത്ഥി സമരങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മുഖമായ SFIയുടെ അഖിലേന്ത്യാ ഭാരവാഹിയായിട്ട് ഐഷി ഘോഷിനെ AKG ഭവനിൽ കയറി വന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിന് നേരത്തെ എപ്പോഴോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കേസുണ്ടായി എന്നാണ് പറയുന്നത്. ഏതെങ്കിലും കേസിൻ്റെ പേര് പറഞ്ഞിട്ട് ഐഷി അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ വിദ്യാർത്ഥി സമരത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഡൽഹി പോലീസിന്റെ മുമ്പിലൂടെ ആണ് അവർ സമരമുദ്രാവാക്യം വിളിച്ച് നീങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ സമരത്തിന്റെ മുഖമായ, സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുക, വേട്ടയാടുക എന്നുള്ളത് BJPയുടെ ഒരു സമീപനമായിട്ട് പോവുകയാണ്. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, അണയാൻ പോകുമ്പോഴുള്ള ഒരു ആളിക്കത്തലുണ്ടാവും. വിദ്യാർത്ഥി വേട്ട എന്നുള്ളത് അതാണ്. RSSും BJPയും പരാജയപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് അവർ വിദ്യാർത്ഥികളെയും ബഹുജനങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നതിന്, ഭയപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗപ്പെടുത്തുകയാണ്. ആ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ സമരരംഗത്ത് നിന്ന് പുറകോട്ട് പോകും. സമരത്തിൻ്റെ ഭാഗമായിട്ട് പിന്തുണ കൊടുത്തിട്ടുള്ള രക്ഷാകർത്താക്കളും അതോടൊപ്പം ബഹുജനങ്ങളും സമരത്തിന് പിന്തുണ കൊടുക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുമെന്നൊക്കെയാണ് അവർ കരുതുന്നത്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും അറിയാം, അങ്ങനെ പിൻവാങ്ങിപ്പോകുന്നവരല്ല വിദ്യാർത്ഥികൾ, യുവാക്കൾ, സമരം ചെയ്യുന്ന പോരാളികളായിട്ടുള്ള ആളുകൾ. അവർക്ക് ആവേശമായിട്ടുള്ളത് ഭഗത് സിംഗാണ്. അവർക്ക് ആവേശം രാജ്ഗുരുവും സുഖ്ദേവും ഉൾപ്പെടെയുള്ള പോരാളികളാണ്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കൈകളിൽ നാം കണ്ടിട്ടുള്ള ഫോട്ടോ ഉണ്ട്, ഭഗത് സിംഗിൻ്റെ ഫോട്ടോ ആയിരുന്നു. രാജ്ഗുരുവിൻ്റെയും ചന്ദ്രശേഖർ ആസാദ് ഉൾപ്പെടെയുള്ള മഹാന്മാരായിട്ടുള്ള പോരാളികളുടെ ഫോട്ടോ ആയിരുന്നു. ഇത് നമ്മളോട് പറയുന്നത് ഏത് കിരാത അക്രമത്തെയും നേരിടാനുള്ള ചങ്കുറപ്പുള്ളവരാണ് ഇന്ത്യയിലെ പുരോഗമന ജനാധിപത്യവാദികളായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹം എന്നുള്ളതാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് വാർത്തയാകുന്നതും ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർക്ക് ഇറങ്ങി നിന്ന് പ്രതിരോധിക്കാനും കഴിയുന്നത്. ഇതിനപ്പുറത്തേക്ക് ആ സമരത്തിന്റെ തീക്ഷ്ണത മനസ്സിലേറ്റിക്കൊണ്ട് അവിടേക്ക് വന്ന സാധാരണക്കാരായ ധാരാളം മനുഷ്യരുണ്ട്. അവരൊക്കെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയിരിക്കുന്നു. ഇവരുടെയൊക്കെ ഡാറ്റ ശേഖരിക്കുകയും അവരെയൊക്കെ പേഴ്സണലായി വേട്ടയാടാനും പോലീസ് സംവിധാനം ഇറങ്ങിത്തിരിച്ചാൽ ഓരോരുത്തരെയും ചെന്ന് പ്രതിരോധിക്കാനും സംരക്ഷിക്കാനും കഴിയുമോ? വാക്കുപാലിക്കില്ല എന്ന് കേന്ദ്രത്തിന് നിർബന്ധ ബുദ്ധിയുണ്ടെങ്കിൽ എങ്ങനെ സംരക്ഷിക്കുമെന്നാണ്? ഇത് അടിയന്തരാവസ്ഥയെ അതിജീവിച്ചവരാണ് ഇന്ത്യയിലെ ജനത. അടിയന്തരാവസ്ഥയുടെ കാലത്ത് വേട്ടയാടുകളെ എല്ലാം അതിജീവിച്ചിട്ടുള്ള, അതിനെതിരായി ചെറുത്തു നിന്നിട്ടുള്ള, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധീര പൈതൃകമുള്ള ഇന്ത്യയിലെ സമര പോരാളികളായിട്ടുള്ള മനുഷ്യർ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെയും അതിജീവിക്കുക തന്നെ ചെയ്യും. ഞാനിപ്പോൾ AKG ഭവനിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥി പ്രവർത്തകർ പല കോണുകളിൽ നിന്നുള്ള ആളുകൾ പല ആശയവിനിമയത്തിനായി ഇവിടെ എത്തിച്ചേരാറുണ്ട്. ആ വിദ്യാർത്ഥി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് എത്തുകയാണ്. മഫ്റ്റിയിൽ അവർ വരുന്നു, വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. എന്ത് നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തിയാണിത്? ഈ നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തികൾ തുടർന്ന് പോകാനാണ് നരേന്ദ്രമോദിയും സംഘവും ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അതൊന്നും കണ്ടിട്ട് ഭയപ്പെടുന്നവരല്ല ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹം എന്നുള്ളതാണ്. നിങ്ങൾ ഈ പ്രവൃത്തിയുമായി തുടർന്ന് ഇനിയും മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരായിട്ടുള്ള ബഹുജന സമരം വ്യത്യസ്ത കോണുകളിൽ നിന്ന്, വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വരും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കാൻ ജനതയുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഭയക്കേണ്ടുന്ന കാര്യവുമില്ല. ഡിബേറ്റ് വിത്ത് മാധു സജി.